അപ്പം ഇനി നേരെ മാനാഞ്ചിറ സ്ക്വയറിലേക്കല്ലേ? അപ്പം ഇനി ഒരു ഓട്ടോ പിടിക്കുക, നേരെ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് പോവാം. നമ്മൾ സ്കൂട്ടർ എടുക്കണ പരിപാടി ഉപേക്ഷിക്കുകയുണ്ടോ? കാരണം സ്കൂട്ടറിനേക്കാൾ ലാഭം ഇവിടെ ട്രാവൽ ചെയ്യാൻ ഓട്ടോറിക്ഷ തന്നെയാണ്. അങ്ങനെ നമ്മളിത് സരോവരം പാർക്കിനോട് ടാറ്റയും കൊടുത്ത് നമ്മൾ അടുത്ത ലൊക്കേഷനായ മാനാഞ്ചിറ സ്ക്വയർ അല്ലേ, മാനാഞ്ചിറ സ്ക്വയറിലേക്ക് പോകും. നെക്സ്റ്റ് ഓട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വന്ന ഓട്ടോ ഇതേ പോണ്. നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. 50 രൂപ ഇവിടെ വരെയുള്ള ഓട്ടോ ചാർജ്. ഇത് എന്തോ ഒരു സ്കൾപ്ചറാണ്. അതായത് ഇതേ ഈ പുള്ളിയുടെ പോളണ്ടിൽ നിന്നുള്ളത് 17 ഡിസംബർ 2015 സ്ഥാപിച്ചത്. ഈ ഗ്രൗണ്ടിന് ചുറ്റും ഈ കാണുന്നതാണ് കേട്ടോ മാനാഞ്ചിറ സ്ക്വയർ. മാനാഞ്ചിറ സ്ക്വയർ ആണ് ഈ നമ്മുടെ ഈ ഗ്രൗണ്ടിന് ചുറ്റും കാണുന്നത്, ഈ ഗ്രൗണ്ട് അടക്കം. ഇവിടെ ഇതുപോലത്തെ ഒരു അടിപൊളി ഒരു ശില്പം കുറേ കല്ലിലുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതാന്ന് തോന്നുന്നു ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും കണ്ടില്ല ഇവിടെ. പക്ഷെ നല്ല തിരക്കുണ്ട്, ആൾക്കാരൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് ഇവിടെ. ഇവിടെ ഈ കാണുന്നതാണ് കേട്ടോ, ഇതിൻ്റെ ചുറ്റും നടക്കുന്നതാണ് അൻസാരി പാർക്കും തോന്നുന്നത്, ഇതിന് ചുറ്റും. പിന്നെ നമ്മളിപ്പോൾ കണ്ടതാണ് ഓപ്പൺ എയർ തിയേറ്റർ. അതിന് മുമ്പ് കണ്ടതാണ് ഇതേ മൈതാനം. ഇത്രയും ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതേ ഈ കവാടം വഴി നേരെ പുറത്തേക്ക് ഇറങ്ങാം. ആലിക്കാസ് ജ്യൂസ് ഇടാ. ആലിക്കാസ് ജ്യൂസ് ഇടയിലേക്ക് വണ്ടാ ജ്യൂസ് കുടിക്കാൻ പോവാം ഞങ്ങൾ. വന്നുണ്ടാ? അങ്ങോട്ട് എത്ര ദൂരമുണ്ട് നടക്കാൻ? നടന്ന് പോവുകയാണെങ്കിൽ 1.2 കിലോമീറ്റർ അല്ലേ? എന്നാ വാ. വെരി കുളം. പഴയകാല സിനിമയിലൊക്കെ കണ്ടേക്കണ പോലത്തെ മറ്റേ ഉന്തുവണ്ടി. ഇത് ജയൻ്റെ പടത്തിലൊക്കെ ഉണ്ടായില്ലേ പണ്ട്, ആ ടൈപ്പ് ഉന്തുവണ്ടികൾ. ഇപ്പം ഞങ്ങളിത് ആ ഫ്രൂട്ട്സ് കട ജ്യൂസ് കടയിലേക്ക് നടന്നാണ്ടാ പോണേ. അതായത് കോഴിക്കോടിൻ്റെ ഉള്ളിക്കൂടെ മാർക്കറ്റാണെന്ന് തോന്നുന്നത്. മാർക്കറ്റിൻ്റെ ഉള്ളിക്കൂടെ നമ്മുടെ ജ്യൂസ് സ്ട്രീറ്റൊക്കെ പോലത്തെ ഒരു സ്ഥലം, അതിൻ്റെ ഉള്ളിക്കൂടെ നമ്മൾ നടന്നാണ്ടാ പോണത് ഫുള്ള്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിസ്ത മിൽക്ക് ഉണ്ട്, ഹോർലിക്സ് മിൽക്ക് ഉണ്ട്, പപ്പായ ജ്യൂസ് ഉണ്ട്. ഒരു പിസ്ത, ഒരു പപ്പായ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോർലിക്സ് മിൽക്ക് കുടിക്കാം. ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്താണ്ട ഈ ഒരു ചെറിയ കട. പക്ഷേ ഇത് ചെറിയ കടയിൽ നിന്ന് ഒരു തള്ളണ്ട, എല്ലാ കോഴിക്കോട്ടുകാർക്കും അറിയാവുന്നൊരു ഫേമസ് ജ്യൂസ് കടയാണ് ആലിക്കാൻ്റെ പിസ്ത കട. ഇവിടെ ആകെ 3 ജ്യൂസേ ഉള്ളൂ. 3 ജ്യൂസല്ല, ഒരു പിസ്ത മിൽക്ക്, ഹോർലിക്സ് മിൽക്ക്, പപ്പായ ജ്യൂസ്. ഒരു പിസ്ത, ഒരു ഹോർലിക്സ്. ചോപ്പു പപ്പായ അതിനകത്തുണ്ട്. ഇത് വേണോ? അങ്ങനെ ആലിക്കാട പിസ്ത ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക്. അടുത്തൊരു ഓട്ടോ, ഇത് ഇലക്ട്രിക് ഓട്ടോയാണ് കേട്ടോ, നമ്മുടെ മോണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അടുത്ത ഓട്ടോയും പോയി. എത്രയാണ്? 35 രൂപ. ആ ഓട്ടോ നല്ല സുഖമുണ്ട് കേട്ടോ വണ്ടിയിൽ പോകാനായിട്ട്. മോണ്ട്രയുടെ ഇലക്ട്രിക് ഒന്നും അറിയണം, നല്ല സ്മൂത്ത് ആയിട്ടാണ് പോണേ.
നമ്മളൊന്ന് ബീച്ച് മാറിപ്പോയി. ഇതല്ല ആ കോഴിക്കോടൊക്കെ ഉള്ള ആ ബീച്ചാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതും കൊള്ളാട്ടോ, നല്ല നീറ്റ് ബീച്ച്. അതും ഇതുപോലെയൊക്കെ ഇങ്ങനെ പണിത് നല്ല അടിപൊളിയാക്കിയിട്ടാണ് ബീച്ച്. നമ്മുടെ ചെറായിലും മറ്റേ അഴീക്കോടൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് ഇങ്ങനെ. ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തു കഴിഞ്ഞാൽ സൂപ്പറാവും. അതും ബീച്ച് നല്ല നീറ്റാണ് കേട്ടോ. ഒരു പായലോ ചെളിയോ ചേറോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റ് ബീച്ച്. വീണ്ടും അടുത്ത ഓട്ടോ കയറി അടുത്ത ബീച്ചിലേക്ക്. നമ്മൾ വന്ന ബീച്ച് മാറിപ്പോയി. നമുക്ക് മറ്റേ ബീച്ച്, പഴയ ബീച്ചിലേക്ക്. നമ്മളിത് അടുത്ത ഓട്ടോയ്ക്ക് വന്ന് 40 രൂപ ഓട്ടോയ്ക്കും കൊടുത്തു ആ ബീച്ചിൽ നിന്ന് ഈ ബീച്ചിലേക്ക്. 37 40 വിളിച്ച്. ഈ ബീച്ചിലാണ്ട നമുക്ക് ശരിക്കും വരേണ്ടായിരുന്നത്. സ്വർണം മധുരം. എരിവൊരെണ്ണം പറയണോ? നല്ലതാണ് ഇഷ. ഇത് കുഴപ്പമില്ല, കടിച്ചാ മതി. തേക്കടെ അച്ചാറടി രസം. ആ തേക്ക് അങ്ങോട്ട് ഒരു കടി അടിച്ചേ നൂറി, ഒരു കടി അടിച്ചേ. എങ്ങനെയുണ്ട്? ഇവിടെ നോക്കി പറ, ഇവിടെ നോക്കി പറ. അടിപൊളി അടിപൊളി. ഞങ്ങൾ ഷാക്കി ഷാക്കി ആക്രാന്ത മൂത്ത് കല്ലുമുക്കായി മേടിച്ചത് ഇനിങ്ങനെ തിന്നണേന്ന് പറഞ്ഞേ. അത് ഇവിടെ വയ്ക്കടി.
അങ്ങനെ കല്ലുംകായ എങ്ങനെ പൊളിച്ചിട്ടുണ്ടെന്ന് പഠിച്ചവള്. ഒരെണ്ണം പൊളിച്ചോന്നേ, പകുതി തരാ പകുതി. ഇങ്ങനെ ഒടിക്കടി, ഇങ്ങനെ ഒടിക്ക് കണ്ടോ, ഇങ്ങനെ എടുക്ക് കണ്ടോ. നല്ലതാണോ? ആ ഇന്നാ ഒരു കാട ഒരു കാട. ഞാൻ അവിടെ വയ്ക്കാം. അങ്ങനത്തെ വായിലേക്ക് ഇടണം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയിട്ട് നല്ലതാണോടി? എങ്ങനെയുണ്ട്? എരിയണ്ടോ? ഓഹോ, നൂല് പോരുതിട്ടോ. അപ്പോൾ അത് റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മൾ ആ പാണ്ടോറ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പറയുന്നത് 150 രൂപയാണ് അവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഓട്ടോയ്ക്ക് ചാർജ് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലേസും വളരെ കുറച്ച് ഫുഡ് സ്പോട്ട് മാത്രം, 1-2 ഫുഡ് സ്പോട്ട് മാത്രമേ നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ ഉച്ചയായി എത്തിയപ്പോൾ അതിന് റൂം കണ്ടേറ്റായി എല്ലാ കാരണമുണ്ട്. അപ്പം ബാക്കി ഫുഡ് സ്പോട്ടുകൾ പിന്നെ SM സ്ട്രീറ്റ് അതൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ പരമാവധി അടയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അടയാം. നാളെ വൈകുന്നേരം വരെ നമുക്ക് സമയമുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചതുപോലെ ഉച്ചയ്ക്ക് തിരിച്ചു പോയി അറിയണം.
അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും പരമാവധി പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ ഇന്ന് എഴുതി വെച്ചാൽ എല്ലാ സ്ഥലങ്ങളും നാളെ കവർ ചെയ്യാൻ തന്നെ ശ്രമിച്ചു.